ബിഗ് ബോസ് സീസൺ 6ന്റെ ലൈവ് കാണുന്ന ആൾക്കാരുണ്ടോ? ഡയറക്റ്റ് നോമിനേഷനിൽ ജയിലിലേക്ക് പോകുന്നത് ഗബ്രിയാണ്. പവർ ടീമിന്റെ ഭാഗത്ത് നിന്ന് അവർ ആലോചിച്ച് പ്ലാൻ ചെയ്ത് സെലക്ട് ചെയ്ത ആള് ഗബ്രിയാണ്. ഗബ്രിയെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഗബ്രി അവിടെ നോമിനേറ്റ് ചെയ്തില്ല എങ്കിൽ കൂടെ പല ആളുകളും പറയാൻ സാധ്യതയുള്ള ഒരാളാണ്. അതേപോലെ ബാക്കിയുള്ള ആളുകൾ ജാസ്മിനെ കൂടുതലായിട്ട് നോമിനേറ്റ് ചെയ്യുന്നു. ഈ ഗബ്രിയെയും ജാസ്മിനെയും ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഗെയിമിന് എന്ത് ബെനിഫിറ്റാണ് ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടുന്നത്? അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അവരുടെ ആ ഒരു ബോണ്ടിൽ, അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ, അവരുടെ ഗെയിമിൽ അവർ പക്ക സെറ്റാണ്. ബിഗ് ബോസ് ഗെയിം ഫോർമാറ്റ് അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്, കണ്ടസ്റ്റൻസ് എടുക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് കംഫർട്ട് സ്പേസ് അവിടെ ഇല്ല എന്നുള്ളതാണ്. ആ ചലഞ്ച് ഒഴിവാക്കിയ, ആ ചലഞ്ചിനെ വളരെ സിമ്പിളായിട്ട് ഒരു ബോണ്ട് കൊണ്ട് ഈസി ആയിട്ട് പരിഹരിച്ച രണ്ട് കണ്ടസ്റ്റൻസിന് ഒന്നിച്ച് ജയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റാണ് ഗെയിമിൽ കിട്ടുന്നത്? ശരിക്കും അവരുടെ കംഫർട്ട് സ്പേസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയുള്ള ഗെയിമേഴ്സ് ചെയ്യേണ്ടത്. ഇവർ മറ്റേ ഒരുമാതിരി സദാചാര ഒളികളെ പോലെ നിങ്ങളെപ്പോഴും ചേർന്നിരിക്കുകയാണല്ലേ, രണ്ടും കൂടെ ജയിലിൽ പൊക്കോ. ഇത് ആക്ച്വൽ ജയിലല്ല, ഇതൊരു ഗെയിം നടക്കേണ്ട സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഗബ്രിയെയും അതേപോലെ തന്നെ അപ്സരയും കൂടെ ജയിലിലേക്ക് വിടാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒരു ഗെയിം അവിടെ വരും. അതേപോലെ ഗബ്രിയെയും അതേപോലെ തന്നെ ശ്രീരേഖയും ജയിലിലേക്ക് വിടാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു ഗെയിം വരും. അങ്ങനെയുള്ള കുറേയധികം പ്ലാൻ ഉണ്ട്. അതൊന്നും ഇല്ലാതെ ഇവരിങ്ങനെ ഗബ്രിയും ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുകയാണ്. അവസാനം ജാസ്മിന് തികഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗബ്രി വന്നിട്ട് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു. ജാസ്മിൻ്റെ ഗെയിം അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതും ഇവർക്കെതിരെ പറയുന്ന കാരണങ്ങൾക്കകത്ത് എന്തെങ്കിലും കാമ്പുണ്ടോ? ശ്രീരേഖ വന്നിട്ട് പറയാണ് ഗബ്രി ജാസ്മിൻ അറിയാമല്ലോ, വേറെ കാരണമൊന്നുമില്ല. അതെന്ത് കാരണമാണ്? എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് വ്യക്തമായിട്ടുള്ള ഒരു കാരണം പറയൂ എന്നുള്ളത് ബിഗ് ബോസ് എടുത്ത് പറയുകയാണ്. ബാക്കിയുള്ള ആളുകളുടെ നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഋഷിയും അതേപോലെ തന്നെ അർജുനും അപ്സരയായിട്ട് നേരിട്ട് ഒരു പ്രശ്നമില്ല. അവർ കണ്ടെത്തിയ ഒരു ഗെയിമല്ല അപ്സരയെ നോമിനേഷനിലേക്ക് വിടുക എന്നുള്ളത്. അവർക്ക് അൻസിബ പറഞ്ഞു കൊടുത്ത ഒരു ഗെയിമാണ്. അപ്പം ഋഷിയും അർജുനും സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുത്തതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഋഷി വന്ന് പറഞ്ഞ കാരണം എന്താണ്? ആ കാരണമാണ് ഭൂലോക ബ്ലണ്ടർ. ഋഷി വന്ന് പറഞ്ഞു ക്യാപ്റ്റനായിരുന്ന നമ്മുടെ അപ്സര അവിടെ പാഡ് ആരോ ഉപേക്ഷിച്ചല്ലോ, അനാഥമായിട്ടുള്ളൊരു പാടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പ്രതികരിച്ച രീതി ശരിയല്ല. അപ്പോൾ അപ്സര പ്രതികരിച്ച രീതി അങ്ങനെയല്ലാതെ എങ്ങനെ ആവേണ്ടതാണ്? കാരണം ആരുടെയാണെന്ന് അറിയില്ല. അന്ന് ചോദിച്ച ആൾക്കാരും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഡ്രസ്സൂരി നോക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അത് ഋഷി പറഞ്ഞപ്പം സ്ത്രീകളുടെ തുണി പൊക്കി നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് റോങ് ആയിപ്പോയി എന്ന് പറഞ്ഞു. അതൊരു വലിയ സംഭവമാക്കിയെടുത്ത് അപ്സരയെ അവിടെ ഇടുന്നു. അതേപോലെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റേ സിജോ റോക്കി തമ്മിലുള്ള ആ ഒരു അടിയിൽ അപ്സരയാണ് കാരണം. അപ്സരയാണ് അടിക്ക് തുടക്കം ഇട്ടത്. അതെങ്ങനെയാണ് അപ്സരയാവുന്നത്? ആ ടോട്ടൽ ഹൗസിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫുഡിൻ്റെ കാര്യം റോക്കി ചോദ്യം ചെയ്തപ്പോൾ, അത് അപ്സരയെ മാത്രം ഫോക്കസ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അതവിടെ റോക്കി കാണിച്ച ഒരു മോശം അപ്രോച്ചാണ്. സിജോ അതിലേക്ക് ഇടപെടുന്നത് സിജോ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്. സിജോ അവിടെ ഇടപെടേണ്ട ഒരാളാണ്. സിജോ അതിന് മറുപടി കൊടുക്കേണ്ട ഒരാളാണ്. അപ്പോൾ സിജോ ആ ഒരു കാര്യം മറുപടി പറഞ്ഞ് പിന്നെ ആണുങ്ങൾ തമ്മിലുള്ള ഈഗോ പ്രശ്നത്തിൽ കൂടെയാണ് അടി ഉണ്ടാവുന്നത്. അപ്പോൾ അതിലേക്ക് അപ്സരയെ വലിച്ചഴിച്ചുകൊണ്ട് വരുന്നത് റോക്കി ചേട്ടായുടെ പ്ലാനായിരിക്കും. റോക്കിയുടെ കുട്ടികളല്ലേ, ഭയങ്കര ഗെയിമേഴ്സ് അല്ലേ. അപ്പോൾ അവർ അന്ന് അവിടെ കട്ടിലയിൽ പുതപ്പിനകത്തിരുന്ന് പ്ലാൻ ചെയ്ത പ്ലാനിനനുസരിച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത്. ആ ഗെയിം ഇവർക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് വരുമോ? ഇല്ല, ഒരു തരത്തിലും ബെനിഫിഷ്യൽ ആയിട്ട് വരത്തില്ല. അതേപോലെ അപ്സര റാസ്കലേ എന്ന് വിളിച്ചത്, അപ്പം അപ്സര റാസ്കലേ എന്ന് വിളിച്ചതിന് മാപ്പ് പറയാനായിട്ട് റെഡിയായിരുന്നു. റോക്കി ചേട്ടായുടെ ഈഗോ സമ്മതിച്ചില്ല. റോക്കി അതിനേക്കാളും വലുത് പറഞ്ഞായിരുന്നു. ഇപ്പം റാസ്കലിൻ്റെ അർത്ഥം എന്താണ്? തെമ്മാടി എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം അത് ശരിക്കും ഭയങ്കര വലിയ മീനിങ് ഉള്ള, ഭയങ്കര കുടുംബത്തെ പറയുന്ന കൂട്ടൊരു വേർഡൊന്നുമല്ല. പക്ഷെ റോക്കി അങ്ങനെയൊന്നുമല്ല അവിടെ പെരുമാറിയത്. അപ്പോൾ അതൊരു കാര്യമായിട്ട് ഇവരങ്ങനെ വലിയ സംഭവമായിട്ട് എടുത്തു പറയുന്നു. അതിനുശേഷം വന്ന ശരണ്യയുടെ ഉള്ളിലുള്ള ഗെയിമറെ വെളിവാക്കുന്ന ഒരു സാഹചര്യമാണ്. അയ്യോ അങ്ങനെ ഒരു കാര്യമുണ്ട്, റാസ്കലെ എന്ന് വിളിച്ചല്ലോ, അത് ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം താൻ അപ്സരയെ നോമിനേറ്റ് ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ താൻ അപ്സരയോട് ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുകയാണെന്ന് ആളുകൾക്ക് തോന്നിയാലോ, അതുകൊണ്ട് അപ്സരയെ നോമിനേറ്റ് ചെയ്യുന്നു. അല്ലാതെ അവിടെ നിലപാടുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ അപ്പുവിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശരണ്യ വന്നിട്ട് പറയുന്നു. അപ്സരയ്ക്ക് അതിനകത്ത് വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ട്, എന്തുകൊണ്ടാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട്. പിന്നെ അപ്സര നോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? ഗബ്രിയാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെയുള്ള ഗെയിം ഇപ്പം ജാൻമണി വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നു ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുഴഞ്ഞു വന്നിട്ട് അവിടെ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗെയിം, ഇങ്ങനെ ഇവർ ഗെയിമിനെ സമീപിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്ത് പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അറിയില്ല. ഒരു ഗെയിം വരുമ്പോഴത്തേന് കുറേയധികം ആളുകൾക്ക് എതിർപ്പുള്ള ഒരു കോംബോ വരികയാണെന്ന് വിചാരിക്കാം. ഗെയിം മോശമായതുകൊണ്ടാണോ? അല്ല, അവരുടെ ഗെയിം അടിപൊളി ഗെയിമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള രണ്ട് ഗെയിമേഴ്സാണ് ഗബ്രി ആൻഡ് ജാസ്മിൻ. റിയലി എനിക്ക് ഇഷ്ടമുള്ള ഗെയിമേഴ്സാണ്. അല്ലാതെ വേറെ ഒരാൾ അവരെക്കാളും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളെ കാട്ടിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ആൾക്കാർ പലപ്പോഴും റിപ്ലൈ കമൻറ്റ് ഇടാറില്ല. എനിക്ക് അതിനേക്കാളും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെ തോന്നാറില്ല. ഇപ്പോൾ അപ്സര ഓക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഗെയിം കളിക്കുന്ന ഒരാളാണ്. പക്ഷേ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഗബ്രി ആൻഡ് ജാസ്മിൻ്റെ അടുത്തോട്ടൊന്നും അപ്സരേനെ എത്തിക്കാനായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ശ്രീരേഖ ആണെങ്കിലും ബാക്കി റസ്മിനാണെങ്കിലും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇപ്പം സിജോയും അതേപോലെ റോക്കിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേറൊരു ഗെയിം ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇവരുടെ ആ ഒരു പ്ലാനിങ്ങിൻ്റെ അടുത്തോട്ടൊന്നും എത്തുന്നില്ല. അപ്പോൾ പ്രേക്ഷകർക്ക് ശരിക്കും ഇവർ ചേർന്നിരിക്കുന്നതൊക്കെയാണ് പ്രശ്നം. കണ്ടസ്റ്റൻസിനും അത് മാത്രം ഒരു പ്രശ്നം വന്ന സമയത്ത് ഇവരുടെ ഉള്ളിലെ ഗെയിമേഴ്സിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർക്ക് വേറെന്തെങ്കിലും ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഇതല്ലാതെ വേറൊരു കാരണമുണ്ട്. ഇപ്പോൾ അവർ അങ്ങനെ കോംബോ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന കാര്യം ഇവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെ ചേർന്നിട്ടൊരു പ്ലാൻ എനിക്കെതിരെ ചെയ്തു എന്നൊന്നും ആർക്കും ഒന്നും പറയാനില്ല. അവരവിടെ നിന്ന് കുഴഞ്ഞു മറിഞ്ഞ് മറ്റേ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അവർ പ്രണയമോ ഫ്രണ്ട്ഷിപ്പോ എന്തും ആയിക്കോട്ടെ, സിറ്റുവേഷൻഷിപ്പോ എന്തും ആയിക്കോട്ടെ, അത് ഒരു ഗെയിമിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഗെയിമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റീസൺ വേണം. ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ കാര്യത്തിൽ പ്രേക്ഷകർ അതൃപ്തി പറയുകയാണെന്നുണ്ടെങ്കിലും അത് ഗെയിമുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ആകെ ഉള്ളത് ഇവർ കോംബോ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല. ഇവർ ആ ഒരു കോംബോ കണ്ടന്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അവിടെ ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി ആണോ എന്ന് ആളുകൾക്ക് ഡൗട്ട് തോന്നാം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗെയിമുമായിട്ട് പ്രശ്നം വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബാക്കിയുള്ള ഗെയിമേഴ്സിനോട് നമുക്ക് പ്രശ്നം തോന്നുന്നതും ഇവരോട് ചില സമയത്ത് നമുക്ക് അതൃപ്തി തോന്നുന്നതും ഈ ഫോർമാറ്റിന് വിരുദ്ധമായിട്ട് ഭയങ്കര ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടാക്കി സിമ്പിളായിട്ട് ഗെയിമിനെ അപ്രോച്ച് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ബിഗ് ബോസ് ഹൗസിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ പോവുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെ പോയിട്ട് ഗെയിം കളിക്കുകയാണ്. ഗെയിം എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളും സുഹൃത്തുമായിട്ട് ഇരിക്കുന്നതിനകത്ത് ബാക്കിയുള്ള ആളുകൾക്ക് വേറെ വലിയ ഗെയിം പ്രശ്നങ്ങളൊന്നുമില്ല, അതൃപ്തിയൊക്കെ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ട്. നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് വേറെ ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളായിട്ട് ഗെയിമൊക്കെ അപ്രോച്ച് ചെയ്യുകയാണ്. ശരിക്കും ഇവിടെ അവരുടെ ഗെയിമിനെ തകർക്കുക എന്നുള്ളത് ബാക്കിയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അവരിത് ചെയ്യാത്തത് ഇവരുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല. അതിന് ശക്തമായിട്ടുള്ള വൈൽഡ് കാർഡ്സ് വരണം. ഈ ആഴ്ചയിൽ ലാലേട്ടൻ വന്നിട്ട് സീസൺ 6 ഭയങ്കര സക്സസ് ആണെന്ന് പറയുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവരൊന്നിച്ച് ജയിലിലല്ലേ, മൊത്തം ലൈവിൽ ആളായിരിക്കും. നാളെ മറ്റേ മഞ്ഞ ചാനലിലൊക്കെ തമ്പരയിൽ അവസാനം അവർ ഒന്നിച്ചു മുറി പങ്കിട്ടു അവരുടെ ആദ്യ രാത്രി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അമ്മാതിരി അപരാധമൊക്കെ ആയിരിക്കും നാളെ കാണേണ്ടത്. വൈൽഡ് കാർഡുകൾ വരട്ടെ, കളി അടിപൊളിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.